ഇന്ന് നമുക്ക് കുറച്ച് മോഡേൺ ഐറ്റംസ് ഒന്ന് കണ്ടാലോ. എപ്പോഴും ഉണ്ടല്ലോ നാടൻ വിഭവങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടികളുടെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവും, ഞാൻ MES സ്കൂളിൽ കുറേ വർഷങ്ങളായിട്ട് കുക്കിംഗ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. എൻ്റെ മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 100 നാവാണെന്ന് തന്നെ പറയാം. അത്ര ഉഷാറാണ് അവർ കേട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എത്ര പെർഫെക്റ്റാണ്. യോക്കൊന്നും പൊട്ടാണ്ട് വേറൊരു പാത്രത്തിലാക്കി വൈറ്റ് വേറെയാക്കി അവർ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അവർ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ. പിന്നെ വേറൊരു കാര്യം, ഇവരെല്ലാവരും കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ അവർക്കിതൊക്കെ അറിയാനും അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അവർക്ക് ഈ കുഞ്ഞു പ്രായത്തിൽ കുക്കിങ്ങിനോടുള്ള ഒരു താല്പര്യം, അതാണ് ഞാനിതെന്ന് മനസ്സിലാക്കുന്നത്. എത്രത്തോളം താല്പര്യമാണ് ഈ മക്കൾക്കൊക്കെ. ഇവരിനി +2 ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്ത് പുറത്തൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യമൊക്കെ വന്ന് അവരിനി സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടൊക്കെ ഒരു അവസരം വരികയാണെങ്കിൽ എന്തായാലും ഇവർക്കൊന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവരെന്തായാലും എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കഴിക്കാൻ ഇവർക്ക് കഴിയുന്നുള്ളത് ഉറപ്പാണ്. ഇവരിപ്പോൾ ഫ്ലഫി പാൻ കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നപ്പോൾ എല്ലാവരും കൂടി വല്ലാത്തൊരു ചിരിയായിരുന്നു. അതായത് അവർ തയ്യാറാക്കിയത് അത്രയും പെർഫെക്റ്റ് ആയി എന്നുള്ള ആ ഒരു സന്തോഷം. തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എത്ര ഭംഗിയായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പാൻ കേക്കും അടുക്കി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ബട്ടറിൻ്റെ ഓരോ പീസ് വെച്ച് പിന്നെ കട്ട് ഫ്രൂട്ട്സ് സൈഡിൽ വെച്ചിട്ടുണ്ട്. കട്ട് ഫ്രൂട്ട്സിൽ ബനാന ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, കിവി ഉണ്ട്, പിന്നെ ഹണി ഉണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇനി അവർ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഹണി ആണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ഹണി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ എൻ്റെ വിഭവങ്ങളും എൻ്റെ മക്കളുടെ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം.